ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാസിം രാവിലെ കുളിച്ച് ഫ്രഷായി ഇതേ സൈക്കിളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോർഡർ കടന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ലാതെ ആൾ പോയി നിൽക്കും. എന്നിട്ട് വഴി കൂടെ പോകണ എല്ലാവരുടെ അടുത്തും വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ മീൻകാരൻ ചേട്ടൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മുമ്പർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ പോയി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. കുറേ നേരം അങ്ങനെ നോക്കി നിന്നിട്ട് ഇത് അകത്തേക്ക് വന്ന് ഗേറ്റൊക്കെ തന്നെ അടയ്ക്കും. റോട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമെങ്കിലും വണ്ടികൾ വരണ കണ്ട ആൾക്ക് നല്ല പേടിയാണ് കേട്ടോ. ആൾ തിരിച്ചങ്ങനെ തന്നെ പോകുന്നോളും. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്ത് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്ന അന്ന് തുടങ്ങിയുള്ള പ്ലാസ്റ്റിക്കും പേപ്പറുകളും എല്ലാം ഇങ്ങനെ കൂടി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അതൊന്ന് സെപ്പറേറ്റ് ആക്കി പ്ലാസ്റ്റിക് മാത്രമുള്ളത് ചാക്കിലേക്കൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിൽ കിച്ചണിനോട് ചേർന്ന് ചെറിയൊരു ചാർത്തുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ചാക്കിലൊക്കെ ആക്കി വെച്ചു. പിന്നെയൊക്കെ പോണ സമയത്ത് എന്നോട് 2-3 കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം ഇതായിരുന്നു കേട്ടോ, പുല്ല് പറിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് നീ ഒന്ന് പറമ്പിൽ സ്പെൻഡ് ചെയ്യണം. അതിൽ എല്ലാ മരങ്ങളുടെ താഴെയും പുല്ലുകൾ ഇങ്ങനെ ആർത്ത് കയറും. പുല്ല് കയറാതെ കുറേ സ്ഥലത്ത് ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. പക്ഷേ മരങ്ങളോട് ചേർന്നിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, അവിടെ പെട്ടെന്ന് പുല്ല് ആർത്ത് കയറും. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം നീ അതിന് സ്പെൻഡ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് ഇതുവരെ ഞാനങ്ങനെ ഇറങ്ങിയിട്ടില്ല. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം മഴയുണ്ട്. ഇനി മഴയില്ലാത്ത സമയങ്ങൾ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം വീഴാൻ പാകത്തിന് ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതുകൊണ്ട് മഴയില്ലാത്തപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇന്നൊരു 2 ചെടികളുടെ താഴെയുള്ള സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹാസിമിന് ഇറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുകാണ്. ആൾക്ക് ഭയങ്കര അലർജിയാണ് കേട്ടോ. കൊതുക് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ മൂപ്പര് ഒരു കണക്കിന് സെറ്റാക്കി. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ കടച്ചക്കയുടെ ഇലയൊക്കെ വീണെടുപ്പുണ്ടായത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് അവിടെ ഒന്ന് നീറ്റാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും പുല്ലുണ്ടാവില്ല, അതാണ് ഒരു ഗുണം. പിന്നെ 2 സ്ഥലം ഇന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെ ഞാൻ സുഗുണ ചിക്കനാണ് വാങ്ങിക്കാറ്. അപ്പോൾ തലേ ദിവസം തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ രാവിലെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുക്കർ ചിക്കൻ കറിയൊക്കെ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തിട്ടാണ്. എപ്പോഴും ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം, എന്നാൽ നാടൻ ചിക്കൻ കറി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പത്തിലൊരു ചിക്കൻ കറി കിട്ടി. അങ്ങനെ എൻ്റെ പുതിയ കുക്കറും ഒന്ന് ഉദ്ഘാടനം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3 സവാള എടുക്കുന്നുണ്ട്. പൊട്ടറ്റോ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ എനിക്കിഷ്ടമായതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം വെറുതെ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില. അപ്പോൾ ചിക്കൻ്റെ വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ തേച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളുടെ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് നാടൻ ചിക്കൻ കറിക്ക്. എന്നിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ഓൾ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, പിന്നെ ബേ ലീഫ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തെങ്കിലും പണിയിലാണെങ്കിൽ ഹാസിം ഓക്കെയാണ് കേട്ടോ, വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നോളും. പിന്നെ ആളെ ആകെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യം നാട്ടിലെ കൊതുകാണ്. കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് വയലൻ്റ് ആവും. പിന്നെ ഷർട്ട് ഇടാതെ നടന്നാലും ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ കൊതുക് കടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആൾ ഓക്കെയാണ്, വണ്ടിയൊക്കെ ഓടിച്ച് ഫ്രീ ആയിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങി കളിച്ച് നടക്കാമല്ലോ. അപ്പോൾ അതേ ചിക്കൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും ചിക്കനും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഈ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ
നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹാസിമ കിച്ചണിൽ കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് കത്തിയടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതേ കുക്കർ നേരെ വെച്ചു. ഞാൻ ഓയിലാണ് ഒഴിച്ചത്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നമ്മുടെ പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാത്തിൻ്റെയും കൂടി മിക്സ് ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 3 സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് വഴറ്റി അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലിൽ സവാള ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ കുക്കർ, 3 ലിറ്ററിൻ്റെയാണ്, പ്രസ്റ്റീജിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഒതുക്കമുള്ളൊരു കുക്കറാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ കുക്കറാണ്. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതൊന്ന് തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 2 തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒരു ബൗളിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല, പക്ഷെ എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി തേങ്ങാപ്പാലും സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഒറ്റ വിസിലിൽ ഓഫ് ചെയ്ത് ആവിയൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തുറന്നിട്ട് നമ്മളുടെ തക്കാളിയും അതേപോലെ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് തേങ്ങാപ്പാൽ പൊഴിക്കണ്ട, അത് ചിക്കനൊക്കെ വെന്ത് ഒരു വിസിലടിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ചെറിയ ചൂടിന് തന്നെ അത് സെറ്റായിക്കോളും, അല്ലെങ്കിൽ പിരിഞ്ഞ പോലെയാവും. അങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്തൊരു സംഭവം പൊട്ടറ്റോയാണ്, അതേപോലെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഡബിൾ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് അത് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കറി വെക്കലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എന്തായാലും 3 ദിവസം ഓടിയിട്ടുണ്ടായിരുന്നു. രാവിലെ എടുക്കും, ഉച്ചയ്ക്ക് ചോറിനും എടുക്കും, അങ്ങനെയൊക്കെ. പിന്നെ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ബ്രോസ്റ്റഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. ഹാസിമിന് പൊതുവേ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കണേ കേട്ടോ. ഈ ഒരു തെറാപ്പിയുടെ സമയത്ത് അവർ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമുക്കൊരു പൂതിയൊക്കെ വരുമല്ലോ, അങ്ങനെ വളരെ റെയറായിട്ടാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ എന്തെങ്കിലും കറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ബാക്കി വരും. പിന്നെ അതേ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴുകി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയത്താണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഇതേ ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു എരിവ് ഹാസിമിനുണ്ട്. എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ അവന് ചെറിയൊരു എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ രാത്രിയായപ്പോൾ. പിന്നെ നമുക്കിവിടെയുള്ള ഏറ്റവും വലിയ ഗുണം നല്ല പത്തിരിക്കടകൾ തൊട്ടടുത്ത് തന്നെയുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പത്തിരി റാഹത്തിലെ പത്തിരിയാണ്. റാഹത്ത് പത്തിരിക്കട നമ്മുടെ തൊട്ടടുത്ത് തന്നെ ജംഗ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു 25 അല്ലെങ്കിൽ 50 ഒരു 3 പാക്കറ്റായിട്ട് പത്തിരി വാങ്ങി വെക്കും. എന്നിട്ട് അത് ജസ്റ്റ് ആ കൊടുക്കുന്ന സമയത്തൊന്ന് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്കിട്ടൊന്ന് ഒരു 30-40 സെക്കൻഡ്സ് ചൂടാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ പത്തിരിയിലാണ് കുറച്ച് ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓടണേ. നന്നായിട്ട് ഹാസിമ് കഴിക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റ് വീട്ടിലുണ്ടാക്കണ അതേപോലത്തെ പത്തിരിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ TV വെക്കാറില്ല കേട്ടോ. മോന് അങ്ങനെ വെച്ച് കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞേക്കണേ. അപ്പോൾ രാത്രി കുറച്ച് നേരം ഞാനൊന്ന് കിടക്കുന്നതിന് മുമ്പ് ഇത്തിരി ഇരുന്ന് സിനിമ കാണും. അപ്പോൾ ആ ഒരു പരസ്യം വരുന്ന സമയത്താണെങ്കിൽ TV നോക്കിയിരിക്കും, അല്ലാത്ത സമയത്ത് കാണുകയില്ല. ആളുടെ കളിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ കംപ്ലീറ്റായിട്ട് ആളുടെ ഗെയിമും കാര്യങ്ങളും അല്ലെങ്കിൽ കോക്കോമ്പലാണ് അതെല്ലാം ഒന്നും കാണലില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പത്തിരിയൊക്കെ ചൂടാക്കി ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഡിന്നറ്. അപ്പോൾ മോന് തെറാപ്പി എന്ന് പറഞ്ഞ് കിട്ടുന്നത് ആകെ ഒരു 45 മിനിറ്റ്സാണ് ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് മാത്രം അവന് ഒരുപാട് ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്നൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവനൊരു ഒക്യുപ്പേഷണൽ തെറാപ്പി കൂടി കൊടുക്കുന്നുണ്ട്. കാരണം ഹാസിമിനെ അറിയാലോ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കാണാതെ ആവും, പിന്നെ അടങ്ങിയിരിക്കലില്ല. അപ്പോൾ
ആളെവിടെയെങ്കിലും അടക്കി ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് അവർ ഒക്യുപേഷണൽ തെറാപ്പിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എന്നോടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സംഭവമാണ് കേട്ടോ ഈ ഒരു ടോക്കിംഗ് കാർഡ്. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ അകത്തേക്ക് ഇത് ഓണാക്കിയിട്ട് ഈ ഒരു മെഷീൻ്റെ അകത്തേക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കുറേ കാർഡുകളുണ്ട് കേട്ടോ. ഈ കാർഡ്സിൽ ഓരോ വെജിറ്റബിൾസ്, ആനിമൽസ്, അതേപോലെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ബ്രഷ്, ചെയർ, ടേബിള്, കുട്ടികൾ പഠിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ കാർഡ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരത് സൗണ്ടിൽ പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ പ്രൊനൗൺസിയേഷനും ആ സംഭവങ്ങൾ എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ഓരോ ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നത് ഇതാണ്. ഇത് കണ്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൾ അതിനെ സ്പീക്കർ എന്നാണ് കേട്ടോ പറയണേ. കാരണം അതിൽ നിന്ന് സൗണ്ട് പുറത്തേക്ക് വരുവാണല്ലോ. അങ്ങനെ അതിൽ കുറേ നേരം തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ആൾ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കാൻ പറഞ്ഞത് പസിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോക്കിംഗ് കാർഡിൻ്റെ കൂടെ ചാർജറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ചാർജ് തീർന്നതനുസരിച്ച് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പസിൽസ് വന്നത് ആൽഫബറ്റ്സും അതേപോലെ നമ്പേഴ്സും ആണ് കേട്ടോ. അതേപോലെ വെജിറ്റബിൾസ്, ആനിമൽസിൻ്റെ ഒക്കെ പസിൽസ് കിട്ടും. അത് പറഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് അതേ സ്ഥലത്ത് തന്നെ അവരെ കൊണ്ട് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും മൂപ്പർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓരോ ലെറ്റേഴ്സ് ഏതാണെന്നും ആൽഫബറ്റ്സ് ഏതാണെന്നൊക്കെ പഠിക്കുകയും ചെയ്യും. അതനുസരിച്ച് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് കളിക്കും. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് പസിൽസ് കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ ആളെ എണ്ണയൊക്കെ ഇട്ട് അങ്ങനെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോന്നെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് എല്ലാം കൂടി എടുത്ത് താഴെ ഇടാൻ വേണ്ടിയിട്ട് നോക്കി. പിന്നെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത് ആ കറക്റ്റ് സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച്. പിന്നെ അവർ നിർബന്ധമായിട്ടും പറഞ്ഞത് പ്ലേ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ അവൻ്റെ പിയർ ഗ്രൂപ്പുമായിട്ട് അവൻ കമ്പൈൻ ആയാൽ മാത്രമേ അവന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും പിന്നെ അതേപോലെ പ്ലേ സ്കൂളിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും പ്ലേ സ്കൂളിലോ എന്തായാലും ആക്കണം. അപ്പോൾ 3 വയസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തവണ ഗൾഫിൽ ചെന്ന സമയത്താണ് അവനങ്ങനെ കോൺസെൻട്രേഷൻ ഇല്ല, നിങ്ങളെന്തായാലും അവനൊന്നൊരു ഡോക്ടറെ കാണിക്കുമെന്ന് അവർ ഗൾഫിൽ വെച്ചിട്ട് അങ്ങനെ പ്രിഫർ ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പീച്ച് തെറാപ്പിയിൽ എത്തിയത് കേട്ടോ. പിന്നെ നാട്ടിൽ വന്നപ്പോഴും എല്ലാവരും അവൻ്റെ ആ ഒരു സ്പീച്ചിൻ്റെ ഡിലേ എല്ലാവരും കണ്ടുപിടിക്കുകയും അങ്ങനെ ഡോക്ടറെ കാണിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഒരുപാട് ഡിലേ ആവാതെ തന്നെ കാര്യങ്ങൾ ഇത്രയും ഒക്കെ എത്തി. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു സംഭവം ഓൺലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ പുറകെ കുറേ നേരം സ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ പസിൽസ് വന്ന സമയത്ത് കുറേ നേരം അതിൻ്റെ പുറകെ ഇരുന്നു. അപ്പോൾ ആൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് പത്തിരി ചിക്കൻ കറി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും. അപ്പോൾ ആൾക്ക് ഞാനൊരു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരും ഏറ്റവും കൂടുതൽ പറയണ കാര്യം എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഷൂ ഇടാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോഴാണെങ്കിലും എല്ലാം അവനെ തന്നെ ഏബിളാക്കണം, ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് എടുത്തു കൊണ്ട് നടക്കരുത്, ഒരുപാട് കെയറിങ് കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പം നമുക്കെന്തായാലും ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കുഞ്ഞു ബേബീസിനെ എങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുക, അങ്ങനെ ഇവനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഹംദാനെ ഹാറൂനെ എനിക്ക് എടുത്തു കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും ചില കാര്യങ്ങൾ ഞാനങ്ങനെ കട്ട് ചെയ്ത് കളയും. ചില കാര്യങ്ങൾ അവർ പറയുന്നത് അതേപോലെ തന്നെ അങ്ങനെ ഫോളോ ചെയ്യും. ഇപ്പോൾ കണ്ടതാണ് കേട്ടോ ആനിമൽ വാക്ക്. അപ്പോൾ നമ്മളുടെ റിംഗ് സ്റ്റോക്കർ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് കുട്ടികളെ ദൂരെ നിർത്തിയിട്ട് അവരോട് ആനിമലിൻ്റെ പോലെ നടന്നു വരാൻ പറയും കേട്ടോ. ആനയുടെ പോലെയോ ഏതെങ്കിലും ഒരു രീതിയിൽ നടന്നു വരാൻ പറഞ്ഞിട്ട് അതിലേക്ക് റിങ് ഇടാൻ പറയും. റിങ് ഇന്ന കളറിലെ റിങ് തന്നെ ഇടാൻ പറയും. അപ്പോൾ അത് അവർക്കൊരു ആക്ടിവിറ്റി ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യുകയും ചെയ്യും, അത്യാവശ്യം ടയേർഡാവുകയും ചെയ്യും. അപ്പോൾ കുട്ടികളെ ഈവനിങ് ആകുമ്പോഴത്തേനും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ടയേർഡാക്കി എടുക്കുക എന്നാണ് പറയുന്നത്. ഭയങ്കര ഹൈപ്പറുള്ള മക്കൾക്ക് എപ്പോഴും ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഡയറ്റും ഫോളോ ചെയ്യാൻ പറയുന്നത്. പെപ്സി, ബേക്കറി ഐറ്റംസ് ഒക്കെ ചെല്ലുമ്പോൾ അവരുടെ എനർജി ഇപ്പോൾ ഉള്ളതിനേക്കാളും ഡബിളാവും.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഷുഗർ കാര്യങ്ങളൊക്കെ ഫുഡിൽ നിന്ന് കട്ട് ചെയ്യാൻ പറയണത് കേട്ടോ. അപ്പോൾ ആൾക്ക് കൊണ്ടുവന്നെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ഒരു ടോക്കിംഗ് കാർഡ് തന്നെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മി സ്പീക്കർ എന്നും പറഞ്ഞിട്ട് എന്നോട് ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കുറേ വേർഡ്സ് അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ കുട്ടികൾക്ക്. അതിൽ പിക്ചറും കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോന്നിൻ്റെയും പേര് ചിലത് അവൻ അറിയാവുന്നതാണ്. അപ്പോൾ അതൊന്നും കൂടി അവരുടെ അടുത്ത് നിന്ന് റിപ്പീറ്റായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആളങ്ങനെ ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ അവനും പറയുകയും ചെയ്യും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഒരുപാട് റേറ്റ് കാര്യങ്ങളൊന്നുമില്ല, 300 ആൻഡ് സംതിങ് അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ്. ഇതാണ് നമ്മുടെ റിംഗ് സ്റ്റാക്കർ. അതറിയാമല്ലോ, കുട്ടികളെ കൊണ്ട് ഇടിയിപ്പിക്കുക. വെറുതെ റിങ് ഇടലല്ല, ഓരോ കളറുകളുണ്ടല്ലോ, ബ്ലൂ ഇടാൻ പറയാം, പിങ്ക് ഇടാൻ പറയാം. അപ്പോൾ കുട്ടികൾ കളേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കും. ആദ്യം കിട്ടുന്ന സമയത്ത് നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓരോ കളറുകൾ പറഞ്ഞു കൊടുക്കാം. ബ്ലൂ ഇട് ഹാസിം, പർപ്പിൾ ഇട്, പിങ്ക് ഇട്. അപ്പോൾ അവർ അതിൽ നിന്ന് അത് ചൂസ് ചെയ്ത് ഇടും. അങ്ങനെ കുറേ നേരം ഉച്ചയ്ക്കൊക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല കേട്ടോ. രാവിലെ ഞാൻ ടൈം കിഡ്സിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ 9:30 to 2:30 വരെ പ്ലേ സ്കൂളാണ്. അപ്പോൾ സ്പീച്ച് തെറാപ്പി കാര്യങ്ങളൊക്കെ ഈവനിങ്ങിലേക്ക് മാറ്റി. അങ്ങനെ 5 മണി വരെ ആൾ ബിസിയാണ്. പിന്നെ നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ചെയ്യിപ്പിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ടൈം കിട്ടുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ ആൾ ഫുള്ള് ബിസി ആയിരിക്കും. പിന്നെയും ഒരുപാട് ആക്ടിവിറ്റീസ് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ കയ്യിൽ പശയുണ്ടല്ലോ, കുട്ടികളുടെ കയ്യിൽ നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അവരെയും കൊണ്ട് തന്നെ റബ്ബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറയുക. എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളോട് തന്നെ അത് പറിച്ച് കളയാൻ പറയണം. അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അത് വെച്ചിട്ട് അവൻ കുറേ നേരം ഇരിക്കും. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഷേവിങ്ങിൻ്റെ ഫോമില്ലേ, അത് വെച്ചിട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. അതൊന്നും ഞാൻ വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യണം. ഇനി അടുത്തത് വരുന്നത് പെഗ് ബോർഡാണ് കേട്ടോ. അതിൽ 100 ഹോൾസ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറേ റൗണ്ടിലുള്ള ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് കളറുകൾ വേണം, എന്നാലാണ് കേട്ടോ പിള്ളേർക്ക് ഇഷ്ടമുള്ള നമ്മൾ പറയുന്ന കളർ അനുസരിച്ച് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് റെഡും യെല്ലോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് അവരെ കൊണ്ട് ഫിനിഷ് ചെയ്യിപ്പിക്കുക. റെഡ് ഇടാൻ പറയുക, യെല്ലോ ഇടാൻ പറയുക. നമ്മൾ പറയണ അനുസരിച്ച് കുട്ടികളെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുക കേട്ടോ. എന്നിട്ട് അത് ഫിനിഷ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ, കോൺസെൻട്രേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടായ ഒരു അടിപൊളി സംഭവമാണ് നമ്മളുടെ സൂചിയും നൂലും, ബീഡിങ് വിത്ത് ത്രെഡും അതേപോലെ അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബൗൾസും കിട്ടും, ഹോൾസും ഉള്ളത്. എന്നിട്ട് ആ ഒരു നൂലിലേക്ക് ഇതിങ്ങനെ കോർത്ത് മാല പോലെ ആക്കുക. അത് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നൂല് അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് അതിൽ നോക്കിയിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് ചെയ്യും. അതൊക്കെ ഓർഡർ കൊടുത്തിട്ടുള്ളൂ, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ വരുമ്പോൾ ഞാനതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഓരോ മക്കളും ഓരോ ഇൻഡിവിജ്വൽസ് ആണല്ലോ. അപ്പോൾ എല്ലാവരുടെയും നീഡ്സ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഹാസിമിനെ സംബന്ധിച്ച് അവന് സ്പീച്ച് തെറാപ്പി കൂടിയേ തീരൂ. അപ്പോൾ എല്ലാ മക്കളുടെയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ 2 വയസ്സ് ഒക്കെ ആയിട്ടും സംസാരിക്കാത്ത മക്കൾ, അതേപോലെ 1 വയസ്സായിട്ടും നടക്കാത്തവരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊട്ടും ലേറ്റ് ആക്കരുത് അവരെ. എന്തായാലും ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യിക്കുക കേട്ടോ. അപ്പോൾ നമ്മളായിട്ട് അവരുടെ കാര്യങ്ങൾ ഡിലേ ആക്കണ്ടല്ലോ, നമ്മളത് ബാക്കി കുട്ടികൾ സംസാരിച്ചോളും. ഒരുപാട് പേര് പല അഭിപ്രായങ്ങൾ നമ്മളോട് പറയും. അവിടുത്തെ കുട്ടി ഇന്ന സമയത്താണ് സംസാരിച്ചത്, ചില കുട്ടികൾ 6 വയസ്സാവും 7 വയസ്സാവും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങളാണ് കേട്ടോ ഈ വെർച്വൽ ഓട്ടിസം, ADHD, അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സ്ക്രീൻ ടൈം കൂടിയതിൻ്റെ ഭാഗമായിട്ട് വരുന്നതുണ്ട്. അല്ലെങ്കിൽ ജന്മന ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളുടെ കേസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ പോരായ്മകളൊക്കെ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഹാസിമിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 2 വീക്സ് കൊണ്ട് തന്നെ അവന് നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹാസിമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.